നമസ്കാരം. അങ്ങനെ നമ്മുടെ വിജയ് അണ്ണൻ അടുത്ത പണി തുടങ്ങി. കരൂർ ദുരന്തത്തിന് ശേഷം വിജയ് അടുത്ത പണി തുടങ്ങി. വലിയ കൊട്ടിഘോഷിച്ച് തമിഴ്നാടിനെ മുഴുവൻ കീഴടക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ വിജയ് ആൾക്കൂട്ടത്തെ വിളിച്ചുകൂട്ടി അതിൻ്റെ ഒരു നിയന്ത്രണവുമില്ലാതെ മനുഷ്യരുടെ കൊലക്കളമാക്കി തൻ്റെ പാർട്ടി യോഗത്തെ മാറ്റിയ വിജയ് ഒടുവിലെല്ലാം കൈവിട്ടപ്പോൾ മൂപ്പര് മുങ്ങുകയായിരുന്നു. വീട്ടിൽ പോയി അടങ്ങി ഒതുങ്ങി ഇരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പം കേസ് കരൂർ ദുരന്തത്തിൻ്റെ ഉത്തരവാദി ആയി ആരാണ് എന്ന് അന്വേഷിക്കുന്ന കേസ് മൂപ്പര് തമിഴ്നാട് സർക്കാരിൻ്റെ നോർമലി പോലീസ് അന്വേഷിക്കേണ്ടതാണല്ലോ, അത് വാങ്ങിച്ച് CBI കൊടുക്കാൻ സുപ്രീം കോടതി വരെ പോയി. അങ്ങനെ ആ കേസ് കേന്ദ്രത്തിലെ BJP സർക്കാരിൻ്റെ കീഴിലുള്ള CBI കൊടുത്തു. മൂപ്പർക്ക് ആശ്വാസമായി. അങ്ങനെ അടുത്ത പണി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. സമ്പൂർണ്ണമായി ഇപ്പോൾ BJP കൊട്ടേഷനാണ് താൻ നടപ്പാക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു പൊതുപരിപാടിയും അദ്ദേഹം സംഘടിപ്പിച്ചു. പ്രധാന ലക്ഷ്യം സ്റ്റാലിനെ ചീത്ത വിളിക്കലാണ്. ദ്രാവിഡ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുക, അങ്ങനെ ചുളുവിൽ സംഘപരിവാറിന് തമിഴ്നാടിൻ്റെ മണ്ണിലേക്ക് കയറി വരാനുള്ള വഴിയൊരുക്കുക. വിജയ് കാഞ്ചീപുരത്ത് നടത്തിയ പൊതുയോഗത്തിന് ഇത്തവണ കുറേ പ്രത്യേകതകളുണ്ടായിരുന്നു. കരൂർ ദുരന്തത്തിൽ നിന്ന് പരിപാടി നടത്തിപ്പിന്റെ പാഠം ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളത് പോസിറ്റീവാണ്. വെറും 2000 പേരെ മാത്രമാണ് അത്ര പ്രവേശിപ്പിച്ചത്. കസേരയൊക്കെ ഇട്ട് നല്ല അച്ചടക്കത്തോടെ പരിപാടി നടത്തി. എന്നിട്ട് കരൂരിൽ ആൾക്കൂട്ട ദുരന്തത്തിൽ മരിച്ച മനുഷ്യരെക്കുറിച്ച് ഒരാവലാതിയുമില്ലാതെ മൈക്കങ്ങടുത്ത് സിനിമ ഡയലോഗ് വെച്ച് കാച്ചി സ്റ്റാലിനെ ചീത്ത വിളിക്കൽ ആരംഭിച്ചു. BJPക്കെതിരെ ഒരക്ഷരം പ്രസംഗത്തിൽ ഒരിടത്തും പറഞ്ഞില്ല. ഇത്ര നാളും പേരിനെങ്കിലും 2 വാക്ക് കേന്ദ്രത്തിനെതിരെ പറയുമായിരുന്നു. ഇതിപ്പോൾ കരൂർ ദുരന്തം അന്വേഷിക്കുന്ന CBI ഓർത്താൽ അണ്ണന് മുട്ടുവറക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് സ്റ്റാലിനെ മാത്രം ചീത്ത വിളിച്ച് പരിപാടി ഗംഭീരാക്കി. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം ഞാനിവിടെ മലയാളത്തിൽ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ആ പ്രസംഗത്തിൻ്റെ അവസാനം പ്രസംഗത്തിൽ ഉണ്ടായ 1-2 പോയിന്റുകൾ പറയാം, എന്നിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ MGR ആണ്, നിങ്ങൾ കരുണാനിധിയാണ്, MGRനെ പോലെ ഞാൻ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാകാൻ പോവുകയാണ് എന്നാണ് വിജയൻ സ്വപ്നം കാണുകയും അവിടെ പ്രസംഗിക്കുകയും ചെയ്തത് എന്നാണ് ഈ പ്രസംഗം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുക. നാട്ടുകാക ഉழைப்பதற்கு അണ്ണാ പിറந்தார். பொது நலத்தில் தானே நாள் முழுக்க கண்ணா இருந்தார் அப்படின்ட்டு MGR அவர்கள் ஒரு பாட்டு ஒன்று பாடியிருக்கிறாங்க, കേട്ടിരുപ്പീங்க. MGR പാടിയ ഒരു പാട്ട് കേട്ടിട്ടില്ലേ? ആ പാട്ടിനെ അന്വർത്ഥമാക്കിയ അതേ അണ്ണാ പിറന്ന ജില്ലയാണ് ഈ കാഞ്ചീപുരം. അദ്ദേഹത്തിന്റെ മാർഗദർശന പ്രകാരം തുടങ്ങിയ പാർട്ടിയുടെ കൊടിയിൽ അണ്ണായെ പ്രതിഷ്ഠിച്ചത് MGR ആയിരുന്നു. പക്ഷെ അണ്ണാ തുടങ്ങിയ ആ പാർട്ടി പിന്നീട് കൈവശപ്പെടുത്തിയവർ ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരണോ? കരുണാനിധിയെയും ഒടുവിൽ സ്റ്റാലിനെയും ആണ് മൂപ്പർ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ നല്ലോണം അറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. വ്യക്തിപരമായി ഞങ്ങൾക്കും അവർക്കും ഒരു പരാതിയുമില്ല. വായിൽ തോന്നുന്നത് പറഞ്ഞ് തർക്കിക്കാനും ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞങ്ങൾ അതൊന്നും കാര്യമാക്കുന്നില്ല. വ്യക്തിപരമായി അവർക്ക് ഞങ്ങളോട് വെറുപ്പുണ്ടായേക്കാം, പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. പക്ഷെ നിങ്ങളെല്ലാം കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ച് വോട്ട് വാങ്ങി ചതിച്ചവരല്ലേ അവർ. ചതിച്ച അധികാരത്തിൽ വന്ന് നല്ലവരായി നടിക്കുന്നില്ലേ? അവരെ നമുക്ക് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അവരെ ചോദ്യം ചെയ്യാതെ വിടില്ല, ഒരിക്കലും വിടില്ല എന്നാണ് വിജയ് ആമുഖമായി പറഞ്ഞത്. എങ്ങനെ? കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിൻ്റെ ഭരണകൂട ഭീകരത, സാമ്പത്തിക ഭീകരതയ്ക്കിരയാകുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രമുഖ സ്ഥാനം തമിഴ്നാടിനാണ്. തമിഴ്നാടിനെ ഞെക്കി കൊല്ലുന്നുണ്ട്. ഇപ്പോൾ കേരളത്തെ പോലെ തന്നെ പല വിധത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും അടക്കം പല വിധത്തിലുള്ള സാമ്പത്തിക ഉപരോധ സമാനമായ നടപടിയാണ്. മാത്രമല്ല തമിഴ്നാടിൻ്റെ വൈകാരികതയെ തന്നെ സ്പർശിക്കുന്നു ത്രിഭാഷാ പദ്ധതിയിലൂടെ. എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും ഒരു പരാതിയും മൂപ്പർക്കില്ല. മൂപ്പർക്ക് ആകെ പരാതി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും സ്റ്റാലിനെ ഇറക്കി വിടന്നിട്ട് എനിക്ക് മുഖ്യമന്ത്രി ആവണമെന്നാണ് മൂപ്പരുടെ ആഗ്രഹവും. എന്നിട്ട് അദ്ദേഹം തുടർന്നു, ഇത് ഞാൻ കാഞ്ചീപുരം മണ്ണിൽ നിന്ന് പറയുന്നത് യാദൃച്ഛികമല്ല. ഞങ്ങൾക്കും ഈ ജില്ലയ്ക്കും ഒരു ആത്മബന്ധമുണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ ഫീൽഡ് യാത്ര തുടങ്ങിയത് പറന്തൂരിൽ നിന്നാണ്. പറന്തൂരിൽ ചെന്ന് ആ മണ്ണിൽ നിന്ന് മക്കൾക്ക് വേണ്ടി ശബ്ദിച്ചത് അണ്ണാ പിറന്ന കാഞ്ചീപുരം ജില്ലയിൽ നിന്ന് തന്നെ. ഇന്നൊരു വലിയ മനോവേദനയ്ക്ക് ശേഷം ഈ മക്കൾ സംഗമത്തിന് വന്നിരിക്കുന്നതും അണ്ണാ പിറന്ന കാഞ്ചീപുരം ജില്ലയിൽ നിന്ന് തന്നെ. അതുകൊണ്ട് നമുക്കെല്ലാം നൽകിയ മക്കൾക്ക് എല്ലാ നന്മയും തിരികെ നൽകണം. നിയമപരമായി അംഗീകാരത്തോടെ അധികാരം ഉപയോഗിച്ച് തമിഴ്നാട്ടിലെ മക്കൾക്ക് ഒരുപോലെ ഒരേ മനസ്സോടെ ചെയ്യണം. ആ ഒരൊറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അതുകൊണ്ടാണ് മക്കളിടം സെൽ അഥവാ ജനങ്ങളിലേക്ക് ചെല്ലൂ എന്ന് പറഞ്ഞ അണ്ണായെ ഞങ്ങൾ കയ്യിലെടുത്തത്. അദ്ദേഹം പറഞ്ഞ പോലെ മക്കളിലേക്ക് തന്നെ പോകുന്നു. പക്ഷേ മക്കളിടം സെൽ എന്ന് പറഞ്ഞ അണ്ണായെ മറന്നത് ആരാണ്? കൊള്ളയാണോ? അതിൻ്റെ വില കിലോക്ക് എത്ര എന്ന് ചോദിക്കുന്ന ഒരു പാർട്ടിയെ നടത്തുന്നവർ, അവരുടെ തലൈവർ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി പറയുന്നു, ഞങ്ങൾക്ക് കൊള്ളൈ ഇല്ലേ. എങ്ങനെ ഞങ്ങൾക്ക് കൊള്ളൈ ഇല്ല? പിറവിയെടുത്ത എല്ലാ ജീവജാലങ്ങൾക്കും എന്ന അടിസ്ഥാന തത്വം പ്രഖ്യാപിച്ച പാർട്ടിക്ക് കൊള്ളയില്ലേ? എല്ലാവർക്കും എല്ലാം കിട്ടണം, സാമൂഹിക നീതി വേണം, യഥാർത്ഥ സാമൂഹിക നീതി വേണം, ജാതി സെൻസസ് വേണം എന്ന് ശക്തമായി പറഞ്ഞവർക്ക് കൊള്ളയില്ലേ?
CAA വന്നപ്പോൾ തന്നെ എതിർത്തവർക്ക് കൊള്ളയില്ലേ? നീറ്റിനെതിരെ സുപ്രീം കോടതിയിൽ ആദ്യം പോയത് ഞങ്ങൾ. നീറ്റ് വന്നാൽ ഒളിക്കും, വന്നാൽ അഴിക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന് നീറ്റ് റദ്ദാക്കുമെന്ന് പറഞ്ഞവർക്ക് കൊള്ളയില്ലേ? ഇങ്ങനെ കൊള്ളൈകളെ വെറും വാക്കിൽ മാത്രം പറഞ്ഞ് എല്ലാം ഗ്രൗണ്ടിൽ അടക്കം വെച്ച് അവർക്ക് മാത്രം എല്ലാ കൊള്ളയും കുത്തകയ്ക്ക് എടുത്തതുപോലെ അവരുടെ കൊള്ള തന്നെ കൊള്ളയല്ലേ? ഞങ്ങളുടെ പാർട്ടി ശങ്കരമഠമല്ല എന്ന് പറഞ്ഞത് ആരാണ്? എന്തിനു പറഞ്ഞു? ഇപ്പോൾ അവരുടെ പാർട്ടിയിൽ എന്താണ് നടക്കുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, പാപ്പ പവിഴവിഴ, പാപ്പ നീ പാസങ്ങ കാണിക്കല, പാപ്പ നല്ലവരായി നടിക്കുന്നത് കണ്ട് നാട് മുഴുവൻ പാപ്പ എന്ന് വിളിച്ചു. അന്ന് പാപ്പ എന്നത് സ്നേഹത്തോടെയാണ് പറഞ്ഞത്. അതിനെ നിങ്ങൾ ഞെട്ടലായി എടുത്തെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാകും? ഞങ്ങൾ ഇനിയും വിമർശനം തുടങ്ങിയിട്ടേയില്ല, ഇനിയും അടിക്കാൻ തുടങ്ങിയിട്ടേയില്ല. ഇതിനകം തന്നെ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൊട്ടാര പണ്ഡിതന്മാർ ഉണ്ടെങ്കിൽ കൈലിയെടുത്ത് അവരുടെ കണ്ണീർ തുടച്ചു കൊടുക്കൂ. അത് അവരുടെ പ്രശ്നം, അവർ നോക്കിക്കോളും. ഞങ്ങൾക്ക് എപ്പോഴും മക്കൾ മാത്രമാണ് പ്രധാനം. ഇന്ന് കാഞ്ചീപുരത്ത് വന്നത് മക്കളുടെ പ്രശ്നങ്ങൾ സംസാരിക്കാനാണ്. ഈ കാഞ്ചി മണ്ണിൻ്റെ ജീവനാഡി പാലാറ്, മക്കളുടെ രക്തത്തോടൊപ്പം ഒഴുകുന്ന പാലാറ്, അതിനെ ഇന്ന് പെരിയോർ അണ്ണ എന്ന പേര് മാത്രം വെച്ച് ഭരിക്കുന്നവർ എന്താണ് ചെയ്തത്? കൊള്ളയടിച്ചു, നശിപ്പിച്ചു, ചതിച്ചു. എല്ലാം കൂടി അവർ നശിപ്പിച്ചു. ഞാൻ തെറ്റായി പറയുന്നില്ല, തെളിവോടെയാണ് പറയുന്നത്. അനുവദനീയമായ ലെവലിനെ മറികടന്ന് 22,70,000 യൂണിറ്റ് മണൽ കൊള്ളയടിച്ചു. 4,730 കോടി രൂപ. ഇതിൻ്റെ തെളിവ് കോടതിയിലും EDയുടെ കയ്യിലും ഉണ്ട്. സഹിക്കാനാവാതെ വന്ന നല്ല ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടതാണ്. മണൽ കൊള്ളയടിച്ചാൽ ജലാശയങ്ങൾ നശിക്കും, കൃഷി നശിക്കും, കർഷകർ നശിക്കും, ആകെ നമ്മളെല്ലാം നശിക്കും. ഒരു പാർട്ടിയെ മുഴുവൻ സിൻഡിക്കേറ്റ് ആക്കി കൊള്ളയടിക്കുന്നത് ഇതാദ്യമായി കേൾക്കുന്നതാണോ മക്കളെ? കാഞ്ചീപുരത്തിൻ്റെ ലോക പ്രശസ്തി പട്ടുസാരി, അത് നെയ്യുന്ന നെയ്ത്തുകാരുടെ അവസ്ഥ, വറുതി, കടബാധ്യത, ഒരു ദിവസത്തെ കൂലി വെറും 500 രൂപ. അത് കൂട്ടി നൽകണമെന്ന് പോരാടിയിട്ടും ഫലമില്ല. പിന്നെ വടക്ക് കിഴക്കൻ മഴ വന്ന അതും പോയി. ഇത്രയും പറയുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മഴ വന്ന് പ്രളയ സമാനമായ സാഹചര്യത്തെ അഭിമുഖീകരിച്ചപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു സഹായവുമില്ലാതെ സംസ്ഥാന സർക്കാർ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയപ്പോൾ ഒരു കൈ സഹായം പോലും നൽകാത്ത വിജയിയുടെ പാർട്ടിയാണ്. ആ വിജയ് അന്ന് കേന്ദ്രത്തിന് ഒരു ആവശ്യം പോലും ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടില്ല. സംസ്ഥാന സർക്കാരിനൊപ്പം നിന്ന് കേന്ദ്രത്തിൽ നിന്നും പണം നേടിയെടുക്കാനുള്ള ഒരു പ്രവർത്തനവും നടത്തിയത് കണ്ടില്ല. പക്ഷേ ഇപ്പോൾ പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ കുറ്റവും സംസ്ഥാന സർക്കാരിൻ്റെ ചുമലിൽ വയ്ക്കുകയാണ് BJPക്ക് വേണ്ടി. കാഞ്ചീപുരം ബസ് സ്റ്റാൻഡ് അണ്ണാ ഭരണകാലത്ത് ഉണ്ടാക്കിയതാണ്. 60 വർഷം കഴിഞ്ഞിട്ടും പുതുക്കാൻ പറ്റുന്നില്ല. ഭൂമി കേസിലാണ് എന്നാണ് പറയുന്നത്. ഒരു ഗവൺമെൻറ്റിന് മറ്റൊരു സ്ഥലം തിരഞ്ഞെടുത്ത് പുതിയ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലേ? അവർക്ക് മക്കളെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. അതാണ് പ്രശ്നം. ആവലൂർ ഏരി പാലാറിനേക്കാൾ ഉയരത്തിലാണ്, അതുകൊണ്ട് വെള്ളം എത്തുന്നില്ല. ഒരു ചെക്ക് ഡാം ഉണ്ടാക്കിയാൽ 1000കണക്കിന് ഏക്കർ കൃഷി രക്ഷപ്പെടും. എത്ര വർഷമായി മക്കൾ ഇത് ആവശ്യപ്പെടുന്നു? അതേ കാഞ്ചീപുരത്ത് തന്നെ പറന്തൂർ എയർപോർട്ട് പ്രശ്നവുമുണ്ട്. അവിടെ ഞങ്ങൾ 100% കർഷകരുടെ പക്ഷത്താണ്. അതിനാലാണ് ഞങ്ങൾക്കെതിരെ നിരന്തരമായി മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത്. തെരഞ്ഞെടുപ്പ് വന്നാൽ ജയിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? എല്ലാവർക്കും സ്ഥിരം വീട്, ഓരോ വീട്ടിലും ഓരോ കാർ ആണ് ലക്ഷ്യമെങ്കിലും കുറഞ്ഞതൊരു ബൈക്കെങ്കിലും ഓരോ വീട്ടിലും, കുറഞ്ഞതൊരു ഡിഗ്രിയെങ്കിലും ഓരോ വീട്ടിലും, ഒരാൾക്ക് സ്ഥിര വരുമാനമെങ്കിലും, സർക്കാർ ആശുപത്രികളിൽ ആർക്കും ഭയമില്ലാതെ പോകാൻ പറ്റുന്ന രീതി, പ്രളയം വന്നാൽ ആരും ബുദ്ധിമുട്ടിക്കാത്ത യഥാർത്ഥ സംരക്ഷണ പദ്ധതി, മീൻവലക്കാർ, നെയ്ത്തുകാർ, തൊഴിലാളികൾ, അധ്യാപകർ എല്ലാവരുടെയും അഭിപ്രായം ചോദിച്ചുള്ള പദ്ധതികൾ, വ്യവസായ വികസനം, എല്ലാറ്റിനും മുകളിൽ സ്ത്രീകൾക്ക് യഥാർത്ഥ സുരക്ഷ, ഇതെല്ലാം കൊണ്ടുവരും. അമ്മമാർ, സഹോദരിമാർ, പെൺകുട്ടികൾ ആർക്കും ഭയമില്ലാതെ ഇരിക്കണം. അണ്ണാ യൂണിവേഴ്സിറ്റിയിലോ കോയമ്പത്തൂരിലോ നടന്നതുപോലെ ഒന്നും ഇനി നടക്കരുത്. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഞങ്ങൾ വിശദമായി കൊടുക്കും. ഞങ്ങൾ മറ്റുള്ളവരെ പോലെ വാക്ക് പറഞ്ഞാൽ ചതിക്കില്ല. ഞങ്ങൾ രാഷ്ട്രീയത്തിൽ വന്നത് നിങ്ങൾക്ക് നല്ലത് മാത്രം ചെയ്യാനാണ്, മറ്റ് അജണ്ടകളൊന്നുമില്ല എന്നാണ് വിജയ് പറയുന്നത്. ഈ പറഞ്ഞതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അതുകൊണ്ട് തന്നെ കൊള്ളയുടെ എതിരാളി ആര്, രാഷ്ട്രീയ എതിരാളി ആര് എന്ന് വ്യക്തമായി പറഞ്ഞ് കളത്തിലിറങ്ങിയിരിക്കുന്നു. ഒരു തരി സംശയവും വേണ്ട. ഈ വിജയ് വെറുതെ ഒന്നും പറയില്ല. ഒന്ന് പറഞ്ഞാൽ ചെയ്യാതെ വിടുകയുമില്ല. അത് മക്കൾക്ക് നല്ലോണം അറിയും. തർക്കുറി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ചിരി വരുന്നു. TVKയെ പിന്തുണക്കുന്ന ലക്ഷക്കണക്കിന് യുവാക്കളെ തർക്കുറി എന്ന് വിളിച്ച് പരിഹസിച്ചവർ ഇപ്പോൾ അവരെ സംഘി എന്ന് വിളിക്കരുതെന്ന് പറയുന്നു. അവരുടെ തന്നെ MLA അടുത്തിടെ TVKയെ പിന്തുണച്ച് സംസാരിച്ചു. 1972 MGR രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയപ്പോൾ നടന്റെ പാർട്ടി കൂത്താടി കൂട്ടം എന്ന് പറഞ്ഞവർ പിന്നീട് MGRനൊപ്പം ചേർന്നു. 53 വർഷം കഴിഞ്ഞിട്ടും അതേ വാക്കുകൾ. ചരിത്രം അവർക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് ഇപ്പോഴും കൂത്താടി നടൻ എന്ന് ആവർത്തിക്കുന്നത്. അങ്ങനെയൊന്നും എവിടെയും പറഞ്ഞായിട്ട് നമ്മളാരും കേട്ടിട്ടില്ലല്ലോ. തമിഴ്നാട്ടുകാർ ആരും കേൾക്കാൻ സാധ്യല്ല. കാരണം അങ്ങനെ ഉദയനിധി സ്റ്റാലിനോ DMK നേതാക്കളോ ഒന്നും വിജയിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ല. ഇത് ഇങ്ങനെ ഒരു MGRനെ പോലെ ഞാനും ആവണം എന്ന് വിചാരിച്ചൊരു സഹതാപ തരംഗത്തിനായി ഒരു പ്രത്യേക ആഖ്യാനം സൃഷ്ടിക്കുകയാണ് വിജയ് ചെയ്യുന്നത്.
പിന്നീട് അദ്ദേഹം ഒരു ഡയലോഗ് പറയുന്നുണ്ട്, കുറിവെച്ചാൽ തെറ്റില്ല, തെറ്റിയാൽ കുറിവെക്കില്ല എന്ന ഡയലോഗ്. അത് രജനീകാന്തിൻ്റെ ഡയലോഗാണ്. ആ ഡയലോഗ് ആർക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയാൽ നല്ലത്. ഈ തർക്കുറി എന്ന് വിളിക്കുന്നവർ ഒരുമിച്ച് ചേർന്നാൽ നിങ്ങളുടെ രാഷ്ട്രീയം ഒരിക്കലും മായ്ക്കാൻ പറ്റാത്തൊരു ചോദ്യചിഹ്നമാകും. ഇവർ ആരും തർക്കുറിയല്ല, ഇവർ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിലെ ആശ്ചര്യചിഹ്നമാണ്, മാറ്റത്തിൻ്റെ അടയാളം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വെട്രി നിശ്ചയം എന്ന് ആവർത്തിച്ചുകൊണ്ടാണ് വിജയ് പ്രസംഗം അവസാനിപ്പിക്കുന്നത്. சும்மா லாஜிக்கே இல்லாம தற்குறி தற்குறி நண்பா நண்பி எல்லா மேடையிலும் ரிப்பீட்டடா ஒரு விஷயம் நான் சொல்லுவேன்ல, இப்ப நீங்க சொல்லுங்க. ஒண்ணு இன்னொன்னு ரிப்பீட். My dear sir, my dear uncle, already decide பண்ணியாச்சு. கான்ஃபிடென்ட்டா இருங்க மக்களே, நல்லதே நடக்கும், வெற்றி நிச்சயம். மீண்டும் சந்திக்கும் வரை നന്ദി വണക്കം. ഈ നീണ്ട പ്രസംഗത്തിൽ ഒരിടത്തും കേന്ദ്ര BJP സർക്കാരിനെ കുറിച്ച് എതിരായി അവരെ വിഷമിപ്പിക്കുന്ന ഒരു അക്ഷരം പറയാതിരിക്കാൻ വിജയ് ശ്രദ്ധിക്കുന്നതായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. തമിഴ്നാടടക്കം നേരത്തെ പറഞ്ഞ പോലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് മോദി ഭരണകൂടം കാണിക്കുന്ന സാമ്പത്തിക ഭീകരതയെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. അവിടെ തമിഴ്നാട്ടിലുണ്ടായ കാലവർഷക്കെടുതിയിൽ സഹായിക്കാത്തതിനെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. പറഞ്ഞതെല്ലാം ഇതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാനത്തെ നയിക്കുന്ന സ്റ്റാലിനെ ചീത്ത പറഞ്ഞു എന്നതാണ്. കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണം നടക്കുകയാണല്ലോ, രക്ഷിക്കാം എന്നും പറഞ്ഞ് അങ്ങ് മോദിജിയുടെ CBI ഏറ്റെടുത്തിരിക്കുകയാണ്. രക്ഷ ഇങ്ങോട്ട് കാണിച്ചെങ്കിൽ അങ്ങോട്ട് ശിക്ഷിക്കുമെന്ന മുന്നറിയിപ്പ് അവിടെ നിന്ന് വന്നിട്ടുണ്ടോ എന്തോ. നെഞ്ചിൽ കുടിയിരിക്കും. വിജയ് തമിഴ്നാടിന്റെ ഒറ്റുകാരൻ ആകാതിരിക്കട്ടെ. നന്ദി, നമസ്കാരം.